നമസ്കാരം. ഈ ഇടയ്ക്കായിട്ട് ഒരു ചർച്ച വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് നടക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ ഒരു പരാമർശം നടത്തി, ഹണി റോസിൻ്റെ സാരി ഉടുക്കലൊന്നും ശരിയല്ല എന്നുള്ളത്. രാഹുൽ ഈസ് ടോട്ടലി റോങ്. അതൊരാൾ വിഡ്ഢിത്തരം പറഞ്ഞതാണ്. ഇനി ഹണി റോസിൻ്റെ ഇന്ന് വരെയുള്ള നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഡ്രസ്സും ആ കുട്ടി ഇട്ടിട്ടില്ല എന്നുള്ളതും സെലിബ്രിറ്റീസിൻ്റേതായിട്ടുള്ള ഒരു നിലവാരം പുലർത്തിയിട്ടാണ് അവർ ഡ്രസ്സ് ഇടുന്നത്. ആൻഡ് എവറിബഡി ലൈക്സ് ഇറ്റ്. അത് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് അല്ല കുട്ടൻ. ഇനി ഡ്രസ്സിനെ പറ്റിയിട്ട്, വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കാര്യം പറയണമല്ലോ. സ്വിമ്മിങ് പൂളിൽ സ്വിമ്മിങ് സൂട്ടുണ്ട്. അത് നമ്മൾ ആരും നാട്ടും പുറത്തിട്ടിട്ട് വരാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൻ്റേതായിട്ടുള്ള ഒരു ഡ്രസ്സുണ്ട്, സ്പോർട്സിന് അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഷൂ ഉണ്ട്, ഓഫീസിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. പക്ഷേ സെലിബ്രിറ്റീസ് ഇടുന്ന ഒരു ഡ്രസ്സ് ഒരു പ്രത്യേക ഡ്രസ്സ് തന്നെയാണ്. കാരണം അവർ സ്റ്റേജ് ഷോയിൽ പോകുമ്പോഴും മൂവിയിൽ പോകുമ്പോഴും അത് പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയുണ്ട് അതിൽ. അപ്പോൾ അവർ വേണമെന്ന് വെച്ചിട്ട് കാണിക്കുക എന്നുള്ളതൊന്നുമില്ല അതിൽ. സാധാരണഗതിയിൽ അവർ വരുന്ന സമയത്തും ആ കുട്ടി വരുന്ന സമയത്തൊക്കെ ഏകദേശം ഡീസൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അതിനെപ്പറ്റി പരാമർശിക്കാൻ ആർക്കും അധികാരമില്ല. ഡ്രസ്സ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്, വ്യക്തിപരമായിട്ടുള്ളൊരു ചോയ്സാണ് അതിലുള്ളത്. ഒരാൾക്കും അതിൽ അധികാരം കാണിക്കേണ്ട ആവശ്യമില്ല, പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇനി വസ്ത്രത്തിനെ പറ്റിയിട്ട് വേറെ ചെറിയ കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ പാശ്ചാത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഈവൻ ചൈനയിൽ അല്ലെങ്കിൽ ബോംബെ, ഡൽഹി ഇതുമാതിരിയുള്ള വലിയ സിറ്റികളിൽ, മഹാനഗരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇടുന്നത്? പ്രത്യേകിച്ച് വെസ്റ്റേൺ സ്റ്റൈലിൽ വെള്ളക്കാരുടെ നാട്ടിൽ ചൈനീസിലൊക്കെ പോയി കഴിഞ്ഞാൽ 80% ഓഫ് ദ ബോഡി ഈസ് എക്സ്പോസ്ഡ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. 80% ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ട് അവർ നടക്കുന്നത്. അവിടുത്തെ ആണുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനം നടക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടുത്തെ ആണുങ്ങളൊക്കെ ആണത്തം ഉള്ളവരാണ്, നല്ല യോഗ്യന്മാർക്ക് ജനിച്ച പിള്ളേരാണ് എന്നാണ് അവർ തെളിയിക്കുന്നത്. ഒരു കുപ്പി മദ്യം കണ്ടാൽ അതിനപ്പം തന്നെ എടുത്ത് കുടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവൻ വീക്ക്നെസ് ഉള്ളവനാണ്. അത് ഞാൻ തൊടില്ല, കുറേ കാലത്തേക്ക് ഞാൻ തൊടില്ല. കുറേ നമ്മൾ കാണുന്നു സിഗരറ്റ് പാക്കറ്റുകൾ, നല്ല നല്ല പാക്കിങ്ങുള്ള സിഗരറ്റ് പാക്കറ്റുകൾ കാണാം. ഡൺഹിൽ, റോത്ത്മാൻസ്, മാൽബോറോ, സേലം, നമ്മുടെ ഇവിടെ ഈവൻ ഇന്ത്യയിൽ വിൽസ്, ഇതൊക്കെ നല്ല പാക്കറ്റുകൾ നമുക്ക് കാണുമ്പോൾ വലിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നവനാണ് ശരിയായിട്ടുള്ള ആണത്തമുള്ള സ്വഭാവമുള്ളവൻ. അങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അതുമാതിരി ഡെവലപ്പ് ചെയ്യണം നമ്മുടെ എല്ലാവരും ആൾക്കാരും, നമ്മുടെയൊക്കെ കുട്ടികൾ അതുമാതിരിയുള്ള മനക്കരുത്ത് ആർജിച്ചെടുക്കണം. അതാണ്. പിന്നെ യേശുദാസ് പറയണു, രാഹുൽ പറയണു, ഇതൊക്കെ വിഡിത്തമാണ് സംസാരിക്കണത്. പിന്നെ പുരോഗമനവാദികളല്ല ഇവരൊന്നും. ഇവർ പിന്തിരിപ്പന്മാരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് അവർ ഏറ്റെടുക്കേണ്ടതാണ്. അതിനെപ്പറ്റി കുറ്റം പറയാനോ കുറവ് പറയാനോ നമുക്ക് ഒരു അർഹതയില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ പാരമ്പര്യമാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്ന് രാഹുൽ വാദിക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. തത്വങ്ങൾ എപ്പോഴും അതേപോലെ നിൽക്കും. നിങ്ങളുടെ മകൻ പഠിച്ചിട്ട് വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് അമേരിക്കയിൽ പോയാലും അവിടെ ഇരുന്നിട്ട് തന്നെ ടോയ്ലറ്റിൽ പോകണം, നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽസ് ഡു നോട്ട് ചേഞ്ച്. അത് ആ കാര്യം പ്രത്യേകിച്ച് മറിക്കും. നിന്നിട്ടേ തൂറാൻ പറ്റില്ല, ഇരുന്നിട്ട് തന്നെ തൂറണം എന്നുള്ളതാണ് നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും വസ്ത്രധാരണയിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് മനക്കരുത്ത് ആർജിക്കാനുള്ള സംവിധാനം വരണം നമ്മുടെ മനസ്സിൽ തന്നെ. ഒരു പ്രകോപനവും ഒരാളുടെ കണ്ടിട്ട് നമുക്കതൊന്നും പ്രകോപനം വരാനുള്ള യാതൊരു തരത്തിലുള്ള ചാൻസസ് ഉണ്ടാവാൻ പാടില്ല. ഒരു ആണിൻ്റേതായിട്ടുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്നത് എങ്ങനെയാണ്? അവൻ മനക്കരുത്തിലൂടെയാണ് കാണിക്കുന്നത്. ആ കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കണം. അതിന് നമ്മൾ പിന്തുടരാൻ നോക്കണം. ഇല്ലാണ്ട് പിന്തിരിപ്പന്മാരുടെ അഡ്വൈസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. സീ യു ലേറ്റർ.